ദിവസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനും കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഹോശേയുടെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. ഞാൻ ഇസ്രായേലിന് മഞ്ഞു പോലെ ഇരിക്കും, അവൻ താമര പോലെ പൂത്ത് ലെബാനോൻ വനം പോലെ വേരൂന്നു. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്ന ദൈവത്തിന്റെ വചനം, ഞാൻ ഇസ്രായേലിന് മഞ്ഞു പോലെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം ദൈവവചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, അനുതപിച്ച് മടങ്ങി വരുന്ന ഇസ്രായേൽ ജനത്തിനോട് ദൈവം കാണിക്കുന്ന കരുണയാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, സ്തോത്രം. അനുതപിക്കുന്നവർക്ക് ഹല്ലേലൂയ അർപ്പിക്കുന്ന ആദരാർപ്പണമെന്ന കാളുകളെ യാഗം കഴിക്കുന്ന സമമാണ് ഇസ്രായേലിന്റെ മടങ്ങിവരവിനെ കുറിച്ച് ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം അല്ലെങ്കിൽ അതിന്റെ 2-ാം വാക്യം തൊട്ടും വായിച്ചാൽ കാണാൻ കഴിയുന്നത്. അല്ലോ നീ വീണിരിക്കുന്നത് അല്ലേലൂയ, ഇസ്രായേൽ ജനം പാപത്തിൽ വീണു. നിങ്ങൾ അനുതാപ വാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ, എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ ആദരാർപ്പണമായ കാളകളെ അർപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. വളരെ താഴ്മയോടും വിനയത്തോടും ഭക്തിയോടും കൂടി ഇസ്രായേലിന്റെ മടങ്ങിവരവിനെ കുറിച്ച് പ്രവാചകൻ ഓർമ്മിച്ചു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇസ്രായേലിന്റെ 3 പ്രധാന പാപങ്ങൾ ഈ 3-ാം വാക്യത്തിൽ കാണാൻ കഴിയും. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ അശൂരിനെ ആശ്രയിച്ചത്, രണ്ടാമത് മിസ്രൈമിനെ ആശ്രയിച്ചത്, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ കുതിരപ്പുറത്ത് കയറുന്നത്, മൂന്നാമത് വിഗ്രഹങ്ങളെ ആശ്രയിക്കുക, കൈവേല. ഹല്ലേലൂയ. 3-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ എഴുതിയിരിക്കുന്നത്, സ്തോത്രം, അശൂർ ഞങ്ങളെ രക്ഷിക്കുകയില്ല, ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടുകയോ ഇനി ഞങ്ങളുടെ കൈവേലയോട് ഞങ്ങളുടെ ദൈവമേ എന്ന് പറയുകയോ ചെയ്യുകയില്ല. അനാഥന തിരുസന്നിധി കരുണ ലഭിക്കുമല്ലോ എന്ന് പറവി. ഞാൻ അവരുടെ പിന്മാറ്റത്തെ സൗഖ്യമാക്കും. എന്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കിയാൽ ഞാൻ അവനെ ഔദാര്യമായി സ്നേഹിക്കാം. ഇസ്രായേലിന്റെ 3 പാപങ്ങൾ: 1 അശൂരിനെ ആശ്രയിച്ചത്, 2 മിസ്രൈമിനെ കുതിരപ്പുറത്ത് കയറി, 3 അവരുണ്ടാക്കി കൈവേലയായിരിക്കുന്ന വിഗ്രഹങ്ങളെ സേവിച്ചത്. അതിനെ അവരെ ചെയ്യുകയില്ല എന്ന് അനുദപിച്ച് മടങ്ങി വന്നപ്പോഴാണ് ദൈവം പറയുന്നത്, ഞാൻ ഇസ്രായേലിന് മഞ്ഞു പോലെ ഇരിക്കുമെന്ന്. ഹല്ലേലൂയ. ഇവിടെ ദൈവവചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ, അതിരാവിലെ പെയ്തിറങ്ങുന്ന മഞ്ഞു പോലെയാണ് അനുദപിച്ച് മടങ്ങി വരുന്ന ദൈവമക്കളുടെ ജീവിതത്തിലെ പ്രാർത്ഥനയിൽ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത്. അതിരാവിലത്തെ മഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല ശ്രേഷ്ഠം, നല്ല തണുപ്പുകയാണ്. മഞ്ഞാണ് വൃക്ഷലതാദികൾക്കും ചെടികൾക്കും നല്ല കുളിർമ കൊടുക്കുന്നതാണ്. അതിരാവിലത്തെ മഞ്ഞെന്ന് പറയുമ്പോൾ വൃക്ഷലതാദികൾക്കും പക്ഷികൾക്കും അതുപോലെ ചെടികൾക്കും ആ മഞ്ഞ് കൊണ്ട് നനഞ്ഞു നിൽക്കുമ്പോൾ അത് നല്ല അട്ടഹസി സന്തോഷിച്ചു നിൽക്കുകയാണ്, നല്ല ഉന്മേഷമാണ്. നിങ്ങൾ നോക്കണം ഇനി. അതുപോലെ തന്നെയാണ് അതിരാവിലെ അനുദപിച്ച് മടങ്ങി വന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ദൈവം കാത്തു സൂക്ഷിക്കും. അവർക്ക് ദൈവം മഞ്ഞു പോലെയുള്ള കൃപകൾ പകരുമെന്ന, മഞ്ഞ് പെയ്തിറങ്ങുന്ന പോലെ ദൈവം കൃപ പകരും. അവർ താമര പോലെ പൂക്കും. ഹല്ലേലൂയ. താമര പൂത്ത് നിൽക്കുന്ന കാണാൻ വളരെ രസമാണ്. ഒരു ഇസ്രായേലിന്റെ വളർച്ച. അവൻ താമര പോലെ പൂത്ത്, മാത്രമല്ല ലെബാനോൻ വനം പോലെ വരും. ലെബാനോനിലെ വനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടെയുള്ള ലെബാനോനിലെ വനങ്ങൾ, ദേവദാരുക്കൾ 1000 വർഷം വരെ നിലനിൽക്കുന്ന പറയുന്നത്. അത് വേരൂന്നി ശക്തിയോടെ പടർന്ന് പന്തലിച്ച് നല്ല തടിയായി നിൽക്കും എന്ന് പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുന്ന ഇസ്രായേലിനെ ഇസ്രായേലിനെ തൊടുവാൻ ഉലകത്തിനൊരു ശക്തിക്ക് കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ലോക രാജ്യങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിനെ തകർക്കാൻ എഴുന്നേറ്റെങ്കിലും, ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തെങ്കിലും, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇനി ഒരുപോലെ വരിക എന്ന് പറയുന്ന ഇസ്രായേലില്ല. അതുകൊണ്ട് ദൈവിക വചനം വാഗ്ദത്തങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഇസ്രായേലിൽ നിന്ന് തകർക്കുവാനും ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്ന് മാറ്റാനും പറ്റത്തില്ല. ആരോ പണ്ട് പറഞ്ഞെന്ന് ഇങ്ങനെ പറയുന്നു,
2030 ഇസ്രായേൽ ഭൂമുഖത്തുനിന്ന് തുടച്ചു മാറ്റപ്പെടുമെന്ന്. വളരെ വ്യാമോഹമാണ്, പക്ഷെ അതൊന്നും സംഭവിക്കുകയില്ല. ഇസ്രായേലിനെ ഭൂമുഖത്തുനിന്ന് തുടച്ചു മാറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞ രാജ്യങ്ങളൊക്കെ ഒരുപക്ഷെ മാറിപ്പോയേക്കും. പ്രൈസലോട്. അപ്പൊ നമ്മൾ ഈ ദൈവവചനം അറിയാതെ, ദൈവത്തിന്റെ വാഗ്ദത്തം എന്താണെന്ന് അറിയാതെ, സൃഷ്ടാവ് ആരെന്നറിയാതെ എന്തെങ്കിലും വായിക്ക് വരുന്ന വിളിച്ച് പറഞ്ഞ് നടന്നാൽ അതിന്റെ ഭവിഷ്യത്തുകൾ വിളിച്ചു പറയുന്നവർക്കാ അല്ലെ രാജ്യത്തിനാ. ഇവിടെ ഇസ്രായേൽ മടങ്ങി വന്നതാ, മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നത്, അനുദവിച്ച് മടങ്ങി വന്നതാ. അവർ അതരാർപ്പണമായ കാളകളെ ദൈവത്തിന് യാഗമർപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും, എന്ന് പറഞ്ഞാൽ ആശ്ചര്യമായ കാളയല്ല, അവരുടെ വായിൽ അതരാർപ്പണം എന്ന സ്തോത്രയാഗം അർപ്പിച്ചുകൊണ്ട് അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവരുടെ പാവങ്ങളെ ദൈവം ക്ഷമിച്ചിട്ടാണ് ദൈവം പറയുന്നത്, ഞാൻ ഇസ്രായേലിനും മഞ്ഞുപോലെ ഇരിക്കും. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ദൈവം നിനക്ക് അതിരാവിലെ പെയ്തിറങ്ങുന്ന മഞ്ഞു പോലെ നിന്റെ ജീവിതത്തിനകത്ത് നന്മകളെ പകരാൻ പോവുക, അനുഗ്രഹത്തെ പകരാൻ പോവുക. അല്ലേലിയ. നിന്റെ കഷ്ടതകളെ ദൈവം മാറ്റാൻ ആഗ്രഹിക്കുക. അല്ലേലിയ. അപ്പം പ്രഭാതത്തിൽ മനോഹരമായ മഞ്ഞിൽ പുഷ്പങ്ങൾ പൂത്തുല്ലസിക്കുന്നത് പോലെ, അല്ലേലിയ, മരത്തിന്റെ ഇലകളും, അല്ലേലിയ, ചെടികളും പൂത്തുല്ലസിക്കുന്നത് പോലെ, പക്ഷികൾ പാറിപ്പറന്ന് ചിറകടിച്ചുയർന്ന് പറന്ന് പന്തലിച്ച് അത് പാട്ടുകൾ പാടുന്നത് പോലെ, അല്ലേലിയ, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലേലിയ, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക് ദൈവം മഞ്ഞുപോലെയുള്ള അനുഗ്രഹങ്ങളെ നൽകുവാൻ തുടങ്ങും. നീ താമര പോലെ പൂത്തു നിൽക്കുവാൻ തുടങ്ങും മറ്റുള്ള മുമ്പിൽ. ലെബാനോൻ വരം പോലെ നീ വേരുവെന്നും സഹോദര സഹോദരി. പ്രൈസലോ. ഞാൻ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ കേൾക്കാറുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ ഞാനൊരു സഹോദരിയായിട്ട് സംസാരിച്ചു. 1.25 മണിക്കൂറാണ്, ഫോണിലാണ്. അല്ലേരിയ. ആ 1.25 മണിക്കൂർ ദൈവവചനവും പ്രാർത്ഥനയും ദൈവിക വാഗ്ദത്തങ്ങളുമാണ് പറഞ്ഞത്. ഒരുപക്ഷെ സൗരി ഈ മെസ്സേജ് കേൾക്കുന്നതാ. അപ്പൊ അതിന്റെ ജീവിതത്തിലെ കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളും അതനുഭവിച്ച പങ്കപ്പാടുകളും കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, സഭയിൽ നിന്ന്, എല്ലാവരും ആ കുട്ടി അനുഭവിച്ച വേദനകൾ അതിനെ അല്ലെങ്കിൽ തകർക്കുന്നതായിരുന്നു. ആരോടെങ്കിലും തന്റെ സങ്കടമൊന്ന് പറയുവാൻ വേണ്ടിയിട്ട് താൻ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഫേസ്ബുക്കിലെ നമ്പറുകൾ കാണുന്നതും ആ ദൈവത്തിനെ വിളിച്ചതും. അല്ലേരിയ. അപ്പൊ ഞാൻ ആ സാഹുവിനോട് പറയാൻ ദൈവത്തിന്റെ കരുണയെക്കുറിച്ചാണ് പറയാനുള്ളത്, ദൈവ സ്നേഹത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. അതിനെക്കുറിച്ച് പറഞ്ഞതിന് സമാധാനമുണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞു. അതെ, ഞാൻ ആ സൗകര്യം കേൾക്കുന്നുണ്ടായി പറയട്ടെ. ലെബാനോൻ വനം പോലെ, അല്ലേരിയ, നീ വേരുവെന്നാൻ തുടങ്ങാൻ പോവുക. നിന്നെ തകർക്കുവാൻ ആർക്കും കഴിയില്ല കേട്ടോ. പ്രൈസലോ. ഇവിടെ പ്രഭാതത്തിലെ മഹനീയമായ ആത്മീയ കൃപ മഞ്ഞുതുള്ളി പോലെ നിങ്ങളുടെ മേൽ വരണമെങ്കിൽ ഇസ്രായേലിന് അതിരാവിലെ മന്ന ലഭിച്ചതുപോലെ, അല്ലേലിയ, നിങ്ങൾ ദൈവസഞ്ചരിക്കണം. അല്ലേലിയ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേലത്തിന് രാവിലെ തോറും ഭക്ഷണം കൊടുത്തത് മന്നയാ. ഇസ്രായേലൻ രാവിലെ എഴുന്നേറ്റ് കൂടാരവാതിക്കൽ വന്ന് കൂടാരവാതിൽ തുറന്നു കഴിയുമ്പം കാണുന്നത് അവർക്ക് ചുറ്റിലും കഴിപ്പാനുള്ള മഞ്ഞ മഞ്ഞുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നതാ. അല്ലേലിയ. തേൻ പോലെ രുചിയാണ്. അപ്പൊ എന്ത് ചെയ്തു? അതിരാവിലത്തെ പ്രാർത്ഥനയ്ക്കകത്ത് സ്തോത്രം മഞ്ഞുപോലെയുള്ള കൃപ പകരം പെയ്തിറങ്ങുമ്പോൾ നിനക്കാണിതിന്റെ ആവശ്യത്തുള്ള മഞ്ഞുപോലെ പൊതിഞ്ഞ് നിന്റെ ഭവനത്തിനകത്ത് ദൈവം തരും. അല്ലേലിയ. മഞ്ഞിൽ പൊതിയുന്നത് കേടുപറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാ. അതുകൊണ്ട് നിന്റെ പ്രാർത്ഥന നിന്നിൽ കേടുവരാതെ, നിന്റെ ജീവിതം തകരാതെ നിന്നെ കാത്തു സൂക്ഷിക്കാൻ ദൈവത്തിന് കഴിയും. അല്ലേരിയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ സങ്കടങ്ങളൊക്കെ ദൈവം അറിയുന്നുണ്ട് കേട്ടോ. നീ കടന്നു പോകുന്ന വേദന ദൈവം അറിയുന്നുണ്ട്. ഇതിന്റെ സകല കണ്ണുനീരും നീ മനസ്സിൽ വീർപ്പ് മുട്ടിയിരിക്കുന്ന വിഷയങ്ങളൊക്കെ കർത്താവ് അറിയുന്നുണ്ട്. നീ തളരരുത്. ജീവിതം മടുത്തു എന്ന് പറഞ്ഞ് ഒരുച്ചാൻ കയറില്ല, അല്ല ഒരു മുഴം കൈരിയിൽ നിന്റെ ജീവിതം ഒടുക്കി കളയരുത്. നീ ആത്മഹത്യ ചെയ്യരുത്. ഇസ്രായേലിന് ദൈവം മഞ്ഞു പോലെ ഇരിക്കുമെങ്കിൽ നിനക്കും അതുപോലെ തന്നെ ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. എന്റെ നൊമ്പരങ്ങളെല്ലാം മാറും. അല്ലേലിയ. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേൽ പകർന്നിറങ്ങണം. ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേൽ ഇറങ്ങുമ്പോൾ
നിങ്ങൾ അതിരാവിലെ ദൈവസേനയിൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. പ്രൈസലോ ഹല്ലേലൂയ. ഒരിക്കൽ ഞാനൊരു സംഭവകഥ വായിച്ചതാണ്. ഒരു ദൈവദാസന് അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ആ ദൈവദാസന് അതിരാവിലെ ഒരു 3 മണിക്ക് എഴുന്നേക്കുമെന്നാണ് വായിച്ചത്. ആ 3 മണിക്ക് എഴുന്നേറ്റ് അതേ ഒരു കസേരയിൽ പോയിരുന്ന് ദൈവവചനം ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കാനും തുടങ്ങും. അങ്ങനെ ദിനംതോറും ആമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അല്ലൊരിയ ആ ദൈവദാസന്റെ എതിർവശത്ത് അല്ലൊരിയ സ്തോത്രം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വന്ന് നിന്നുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അല്ലേറിയ അപ്പം ദൈവം ചോദിച്ച ചോദ്യങ്ങളെ കുറിച്ച് ഉത്തരം പറയുവാൻ ഈ ദൈവദാസൻ എന്ത് ചെയ്തു? വളരെ ധ്യാനത്തോടെ ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് ദൈവം അല്ലേറിയ അദ്ദേഹത്തിന് മറുപടി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ദിനംതോറും അത് ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേലിന്റെ ദൈവം മഞ്ഞുപോലെ ഇറിക്കുന്നത് പോലെ അല്ലേറിയ ആ ദൈവദാസന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്തു? ദൈവകൃപ മഞ്ഞുപോലെ ഇറങ്ങാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് പറ്റത്തില്ല. നീ നിൽക്കുന്ന മതങ്ങൾക്കോ മത നേതാവിനോ പറ്റത്തില്ല. നിന്റെ സംഘടനകൾക്കോ നിന്റെ കുടുംബത്തിനോ പാരമ്പര്യത്തിന്റെ പണത്തിനോ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയത്തില്ല എന്ന് നീ കർത്താവായ യേശു ക്രിസ്തു സന്നിധി പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുടങ്ങാൽ മടക്കുന്നോ, അപ്പോൾ നിന്റെ സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. പ്രൈസലോ. നിന്റെ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുവാൻ, നിന്റെ പ്രതിസന്ധികളെ പരിഹരിക്കുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. കഷ്ടതയുടെ തീച്ചുകൊള്ളിട്ട് നീ കടന്നു പോവുകയില്ലേ? വിദേശ രാജ്യത്ത് നീ പോയത് എന്തിനാണ്? ഒരു ജോലി ലഭിക്കണം, കുടുംബത്തെ പോറ്റണം. കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങൾ കണ്ട് നീ വിദേശത്തേക്ക് പ്ലെയിൻ കയറി അവിടെ ചെന്ന് പഠിച്ച് ഒരു ജോലിക്ക് വേണ്ടി നീ എത്രയോ കാലങ്ങളായി നഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. ഒരു ജോലിയില്ലാതെ എത്രയോ കാലങ്ങളായി നീ കഷ്ടപ്പെടുന്നു. എന്റെ പ്രവൃത്തികൾക്കെല്ലാം ദൈവം മാറ്റം തരാൻ പോവുകയാണ്. സാലറി ഇല്ലാതെ, ജീവിതമില്ലാതെ, കുടുംബമില്ലാതെ, കണ്ണുനീരില്, സങ്കടത്തില് ഒക്കെ കടന്നു പോകുന്നവരുണ്ട്. അവർക്കെല്ലാം ദൈവം പുതുവഴി തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ മറുപടിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. ഹല്ലേലൂയ. അപ്പം വിദ്യാഭ്യാസമില്ലാത്ത അനേകർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവ്, എനിക്ക് വായിക്കാൻ അറിയില്ല, എഴുതുവാൻ അറിയത്തില്ല, സ്കൂളിൽ പോയിട്ടില്ല, പിന്നെ എങ്ങനെ ഞാൻ അങ്ങനെ വചനം ധ്യാനിക്കും? എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, ഉപവസിക്കാൻ അറിയില്ല, പിന്നെ ഞാൻ എങ്ങനെ അങ്ങനെ സന്നിധിയിരിക്കും? ദൈവം അവരൊക്കെ ബലപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസമില്ലാത്തവർക്ക് ദൈവവചനം വായിക്കുവാനും ആ വചനം പ്രസംഗിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ അറിയാത്ത വ്യക്തികളെ ദൈവം ശക്തനായ പ്രാർത്ഥന പോരാളികളാക്കി മാറ്റിയിട്ടുണ്ട്. ഹല്ലേലൂയ. കൃപയില്ല എന്ന് മാറി ഒഴിവ് പറഞ്ഞിരുന്നവരൊക്കെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അത് നിന്നെ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുത്താനാണ് കർത്താവ് ഈ ഭൂമി സൃഷ്ടിച്ചത് തന്നെ. ഈ ലോകത്തിന് നിന്നെ പ്രയോജനപ്പെടുത്തുവാനല്ല ദൈവം നിനക്ക് ഈ ഭൂമിയിൽ ജന്മം തന്നത്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഗർഭത്തെ ശിശു ആയപ്പോൾ തൊട്ട്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഗർഭത്തെ ശിശു ആകുന്നതിന് മുമ്പ് തൊട്ട് തന്നെ ഹല്ലേലൂയ നീ ഭൂമിയിൽ ജനിച്ച് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവകൃപ പ്രാപിച്ചവരായി ദൈവരാജ്യത്തെ ഘോഷിക്കണമെന്നുള്ള ദൈവിക പദ്ധതിയാണ്. ഹല്ലേലൂയ. പക്ഷേ നിന്റെ ജനനം കൊണ്ട്, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ കൊണ്ട്, സാഹചര്യം കൊണ്ട്, പാരമ്പര്യം കൊണ്ട്, നിന്റെ മാതാപിതാക്കളുടെ ജീവിതം കൊണ്ട് എന്ത് ചെയ്തു? ഇസ്രായേൽ അശൂരിനെ ആശ്രയിച്ചതുപോലെ, മിസ്രയീമിൽ കുതിരപ്പുറത്ത് കയറുവാൻ ആഗ്രഹിച്ച പോലെ, അവരുടെ കൈവേലയിൽ ആശ്രയിച്ച പോലെ നിന്റെ ജീവിതത്തിനകത്ത് മാതൃകയില്ലാതെ യഥാർത്ഥമായൊരു ജീവിത സാന്നിധ്യം, ജീവിത അനുഭവം, ക്രിസ്തുവിനെ കുറിച്ചൊരു അറിവിന്റെ ഭവനത്തിൽ ലഭിക്കാതെ പോയതുകൊണ്ട് അതെല്ലാം നിനക്ക് ദോഷമായി മാറി. ആ ദോഷത്തെ മാറ്റുവാൻ വേണ്ടിയിട്ടാണ് ഇന്നേക്ക് 2025 വർഷം മുമ്പ് കർത്താവായ യേശു ക്രിസ്തു സ്വർഗമഹിമകളെ വെടിഞ്ഞ് താണ ഭൂമിയിലേക്ക് വന്ന് നിനക്ക് വേണ്ടിയിട്ട സഹോദര സഹോദരി, നിന്റെ പാപങ്ങളെ നീക്കിയിട്ട്, നിന്റെ അകൃത്യങ്ങളെ മാറ്റി, നിന്റെ ശാപങ്ങളെ നീക്കിയിട്ട് നീ കരഞ്ഞ് കേണപേക്ഷിക്കുന്ന വിലപിക്കുന്നതിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം തന്ന് ഹല്ലേലൂയ സ്തോത്രം. ഇസ്രായേലിന് മഞ്ഞുപോലെ ഇരിക്കുന്ന ദൈവം നിനക്ക് മഞ്ഞുപോലെ ഇരുന്ന് താമര പോലെ നീ പൂക്കുവാൻ, ലെബാനോൻ വനം പോലെ നീ വേരൂന്നാൻ വേണ്ടിയിട്ട്, നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് യേശു കാൽവറിയിൽ യാഗമായി തീർന്നത്, നിനക്ക് വേണ്ടി മരിച്ചത്. അപ്പം മരിച്ച് കല്ലറയ്ക്കകത്ത് ഒതുങ്ങിപ്പോയില്ല. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും, ലോകമുണ്ടായ കാലം തൊട്ട് എല്ലാ മനുഷ്യരും എന്ത് ചെയ്തു? മരിച്ച് കല്ലറയ്ക്കകത്ത് ഒതുങ്ങി.
പഴയ നിയമ വിശുദ്ധന്മാരൊക്കെ കർത്താവിന്റെ പുനരുത്ഥാനത്തോട് ഉയർത്തെഴുന്നേറ്റു എന്നാണ് നമ്മൾ മത്തായി 27:50 തൊട്ട് വായിക്കും കാണാറുണ്ട്. ആദിമസഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ മരിച്ച സകല വിശുദ്ധന്മാരും, ഈ ഭൂമി മരിച്ച സകലരും കല്ലറയ്ക്കകത്തൊതുങ്ങിയിരിക്കുമ്പോൾ, നസറേയനായ യേശു കല്ലറയ്ക്കകത്തൊതുങ്ങിയിരിക്കുന്നവനല്ല, കല്ലറകളെ ഭേദിച്ച് പുറത്തു വന്ന് ആമേനലിയ സ്തോത്രം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത്, പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്തിട്ട് ആ കർത്താവ് നമ്മൾ പറയുക, നീ അനുദപിച്ചു മടങ്ങി വന്നാൽ, നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മടങ്ങി വന്നാൽ, ആമേൻ, നീ ദൈവസനിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ വന്നാൽ, ഇസ്രായേലിൽ ഞാൻ മഞ്ഞുപോലെ ഇരിക്കുന്നത് പോലെ നിനക്ക് ഞാൻ മഞ്ഞുപോലെ എന്റെ കൃപയെ പകരുവെന്ന് വ്യക്തം ചെയ്യുന്ന പകൽ ചില കുടുംബങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ചില വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, നിന്റെ സ്ഥിതികൾക്കെല്ലാം മാറ്റം വരാൻ പോവുകയാണ്. അല്ലെങ്കിൽ സ്വർഗീയ ഭണ്ഡാരം തുറന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന്. നിന്റെ ജീവിതം ഒരിക്കലും നീ ആയിട്ട് തകർത്ത് കളയരുത്. നിന്റെ ജീവിതം നീ ഒരിക്കലും ഉടച്ചു കളയരുത്. ദൈവം നിന്നെ മാനിക്കുവാൻ ആഗ്രഹിക്കുക. കഷ്ടതയുടെ നാളുകൾ നിനക്ക് ഏറെയുണ്ട്, സങ്കടത്തിന്റെ നാളുകൾ ഏറെയുണ്ട്, നീ നിരാശപ്പെട്ട അനുഭവങ്ങൾ ഏറെയുണ്ട്. നാളെ എന്ത് ചെയ്യുമെന്ന് ഓർത്ത നിമിഷങ്ങൾ നിനക്കുണ്ട്. എന്റെ പ്രശ്നങ്ങൾക്ക് എവിടെ പരിഹാരം കണ്ടെത്തും നീ ഓർത്ത സമയമില്ലേ? അങ്ങനെയുള്ള കണതീരിന്റെ ദിവസങ്ങൾ നിന്റെ ജീവിതത്തിൽ എത്രയെത്ര, അതിനൊക്കെ ദൈവം മറുപടി തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നിങ്ങൾ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ വചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. ദൈവശബ്ദം നിന്റെ കാതുകളിൽ കേൾക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ആമീൻ. പഴയ നിയമം പഠിച്ചാലും പുതിയ നിയമം വായിച്ചാലും ഹല്ലേലൂയ, ദൈവസന്നിധി വചനം വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച അനവധി ഭക്തന്മാർ ദൈവശബ്ദം കേട്ടിട്ടുണ്ട്. ആദിമസഭ ദൈവശബ്ദം കേട്ടു. ഇന്നും വിശുദ്ധിയിലും വേർപാടിലും നിൽക്കുന്ന അനവധി ദൈവമക്കൾ പ്രാർത്ഥനയോടുകൂടി നിൽക്കുമ്പോൾ അവർ ദൈവശബ്ദം കേൾക്കാറുണ്ട്. അപ്പം ദൈവശബ്ദം കേൾക്കുവാനായിരിക്കണം നമ്മുടെ ജീവിതം. ലോകത്തിന്റെ മാലിന്യങ്ങൾ ശബ്ദം കേൾക്കണ്ട. അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ലോകത്തിൽ ആർക്കും നിന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല. ഈ ലോകത്തിൽ നിന്നെ രക്ഷിപ്പാനും നിന്നെ ശക്തിപ്പെടുത്താനും നിന്നെ നടത്തുവാനും നിന്നെ കരുതുവാനും നിന്നെ ആശ്വസിപ്പിക്കുവാനും ഒക്കെ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. മാനുഷികമായതെല്ലാം നിലച്ചു പോകും. മനുഷ്യന്റെ കൈപ്പണിയായതെല്ലാം ഉടഞ്ഞു പോകും. പ്രൈസലോട്. എന്നാൽ ദൈവം എന്ന് പറയുന്നവൻ, ഈ കാണുന്ന ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടാവ്, നിന്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ അതിരാവിലെ നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് നിന്റെ ജീവിതത്തിനകത്ത് വലിയ വിടുതലായി തീരുമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചപ്പോഴും നമ്മൾ വായിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകം 63 അധ്യായം 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. ഹല്ലേലൂയ. 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവമേ നീ എന്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടത് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. എന്റെ അത്തരങ്ങൾ നിന്നെ സ്തുതിക്കും. എന്റെ ജീവകാലമൊക്കെ ഞാൻ നിന്നെ വാഴ്ത്തും. നിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകളെ മലർത്തും. എന്റെ കിടക്കയിൽ നിന്നെ ഓർത്തു. ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, പ്രാണനും മജ്ജയും മേധസ്സും എന്ന പോലെ തൃപ്തി വരുന്നു. എന്റെ വായു സന്തോഷമുള്ള അതരങ്ങളാണ് നിന്നെ സ്തുതി. ഒരു വലിയ പ്രാർത്ഥനയത്. അതൊക്കെ വായിച്ച് നമ്മുടെ മനസ്സിന് ഒരു സന്തോഷമാണ്. സംഗീതക്കാരന്റെ ഹൃദയത്തിലെ പ്രാർത്ഥനയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, നാസ്തികൻ ദൈവമില്ലെന്ന് പറയുന്നു. മൂഢന്മാർ, നിരീശ്വരവാദികൾ ദൈവമില്ലെന്ന് പറയുന്നു. ഒരു കൂട്ടം ജനം ദൈവത്തെ നിന്ദിക്കുന്നു, ദുഷിക്കുന്നു. സൃഷ്ടാവായി ദൈവത്തെ മറന്നിട്ട് സൃഷ്ടികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മനുഷ്യ സൃഷ്ടികൾ പിന്നാലെ പോവുകയാണ്. അങ്ങനെ സകല ജനങ്ങളും ദൈവമില്ലെന്ന് വാദിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ പുറംജാതികൾ എണ്ണമറ്റ ദേവന്മാരെ അല്ലെങ്കിൽ ആരാധിക്കുമ്പോൾ ഒരു ദൈവഭക്തൻ ഏകസത്യ ദൈവമായ യേശുക്രിസ്തുവിനെ ആരാധിക്കും. നാസ്തികനും നിരീശ്വരവാദി യുക്തിവാദികളൊക്കെ ദൈവമില്ലെന്ന് പറയുക. എണ്ണമറ്റ ജാതികൾ ദേവന്മാരെ ആരാധിക്കുമ്പോൾ ഒരു ദൈവ പൈതല്, ഹല്ലേലൂയ, ഏകസത്യ ദൈവമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മുന്നിൽ അവൻ ദൈവത്തിന് പ്രാർത്ഥനയോടെ വരും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എന്താണ് ദൈവത്തിന് ഇന്ന് പറഞ്ഞ് ഏകസത്യ ദൈവത്തിൽ അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടാകണം.
അല്ലെങ്കിൽ ആ ദൈവത്തെ അവൻ രാവിലെ അന്വേഷിക്കുക. ഉണങ്ങി വരേണ്ട ദേശത്താണ് അവൻ പാർക്കുന്നതെങ്കിലും അവന്റെ ഹൃദയം ആഗ്രഹിക്കുന്ന വെള്ളത്തിന് വേണ്ടിയല്ല, ജീവനുള്ള ദൈവത്തിന് വേണ്ടിയിട്ടാണ്. അല്ലേലിയ. ഒരു ഭക്തന് ദാഹം എന്താ? വെള്ളം. ഉണങ്ങി വരേണ്ട ദേശത്ത് വെള്ളത്തിനെ ദാഹിക്കുന്നു പറയുമ്പോൾ വെള്ളത്തെക്കാൾ പ്രാധാന്യം ദൈവത്തെ അവൻ ആഗ്രഹിക്കുക. അല്ലേലിയ. എന്നെ കേൾക്കുന്ന മാതാവ്, ഈ ലോകത്തിലുള്ളതിനേക്കാൾ നീ ശ്രേഷ്ഠമായിട്ട് ദൈവത്തെ ആഗ്രഹിക്കുക. ആമി. ഉണങ്ങി വരേണ്ട ദേശത്ത് മരുഭൂമിയുടെ കഠിനമായ ചൂടിലാണ് നീ കടന്നു പോകുന്നെങ്കിലും ആമീൻ എന്ന് പറഞ്ഞ് നിന്റെ ഭവനം കഠിനമായ ദാരിദ്ര്യത്തിലൂടെ, കഷ്ടതയിലൂടെ, കടക്കണിയിലൂടെ, ഞെരുക്കത്തിലൂടെയാണ്, മഹാരോഗത്തിനും വ്യാധിയിലുമാണ് നീ കടന്നു പോകുന്നതെങ്കിലും ആമീൻ ദൈവത്തിന് വേണ്ടി നീ ദാഹിക്കുന്നെങ്കിൽ, ദൈവത്തിന് വേണ്ടി നീ ആഗ്രഹിക്കുന്നെങ്കിൽ സകല പ്രശ്നങ്ങൾക്കും ദൈവം പരിഹാരം തരും, രക്തം ചെയ്യും. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിൽ സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ഹല്ലേലൂയ, ആമീൻ ദൈവത്തിന് വേണ്ടി ദാഹിക്കണം, ജീവനുള്ള ദൈവത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പാട്ടുകാരൻ പാടിയത്, ദിനമതിൻ തുടസത്തിൻ മനുവേലിൻ മുഖാംബുജം ധരിച്ച നരനൊരു ദുരിതവും വരികയില്ലെന്നാണ്. പ്രഭാതം നമ്മൾ ദിനമതിൻ തുടസത്തിൽ അല്ലേ നമ്മൾ പാട്ട് പാടി തുടങ്ങാറുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമാതാവേ, കർത്താവിലേക്ക് വാ. ജീവനുള്ള ദൈവം നിന്നെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. ജീവനുള്ള ദൈവത്തിന് ജീവനുള്ള നിന്റെ സങ്കടം കാണാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. രക്തം ചെയ്യും. ആമേൻ. യേശു നിനക്കാണ് നീര് തുടയ്ക്കും. യേശു നിന്റെ നൊമ്പരങ്ങളെ മാറ്റിത്തരും, വേദനകളെ മാറ്റിത്തരും. നിന്റെ കുടുംബം ശാപത്തിന്റെ കെട്ടില്ല. ഹല്ലേലൂയ. പാരമ്പര്യത്തിന് കെട്ടില്ല. നിന്റെ കുടുംബം പൗരോഹിത്യത്തിന് കെട്ടില്ല. നീ ചെയ്തു വെച്ച പലതിന്റെയും കെട്ട് നിന്റെ ഭവനത്തെ ആമീൻ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ കുടുംബത്തെ ബന്ധിച്ചു. ദൈവഹിതമല്ലാത്തതെല്ലാം നിങ്ങൾ ചെയ്തു കൂട്ടി. ദൈവഹിതമല്ലാത്തതിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ച്, സാഹചര്യം ആഗ്രഹിച്ചതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച്, അങ്ങനെ നിങ്ങൾ തന്നെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ തലമുറയും നിങ്ങൾ തന്നെ ഓരാ കുടുക്കിൽ കെട്ടിയിരിക്കുകയാണ്. ആ കെട്ടഴിക്കാൻ ഭൂമിയിൽ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. വേറെ ആർക്കും അതിൽ കെട്ടഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ യേശുവിലേക്ക് വന്നാൽ നിന്റെ പാപത്തിന്റെ, ശാപത്തിന്റെ, ബന്ധനത്തിന്റെ, പാരമ്പര്യത്തിന്റെ, പൗരോഹിത്യത്തിന്റെ, മദ്യപാനത്തിന്റെ, മയക്കുവൻ, ലഹരിയുടെ, ജഡിക, വ്യഭിചാര, പരസംഗ, അശുദ്ധി, വിഗ്രഹാരാധന കെട്ടുകൾ ദൈവം അഴിക്കും. ആഭിചാരത്തിന്റെ, മന്ത്രവാദ, കൂടോത്ര, ശുദ്രത്തിന്റെ ആ കെട്ടുകളെ നിന്റെ കുടുംബത്തിൽ നിന്ന് നിന്നെ ദൈവം അഴിച്ചിട്ട് എന്ത് ചെയ്യും? നിന്നെ ദൈവം സ്വതന്ത്രമാക്കും. പ്രൈസ് ദി ലോർഡ്. അതിന് ദൈവത്തിന് മാത്രം പരമാധികാരം, രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ഒരാളോട് സുവിശേഷം പറഞ്ഞപ്പം ആ വ്യക്തി എന്നോട് പറഞ്ഞത്, എന്നെ മുഴുവൻ കെട്ടിയിരിക്കുക അവസ്ഥ, എനിക്ക് മുഴുവൻ ബന്ധനമാണ്. അതിന്റെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലാവും, ഞാൻ എന്ത് ചെയ്താലും നഷ്ടമാണ്, എന്ത് ചെയ്താലും എനിക്ക് സങ്കടമാണ്, ഒന്നിനും എനിക്ക് ഉയരാൻ കഴിയുന്നില്ല, ഉയർച്ച പ്രാപിക്കുന്നില്ല, വിജയമില്ല, എപ്പോഴും പരാജയമാണ്. ഞാനത് കുറച്ചു നേരം കേട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു തീർക്കട്ടെ അദ്ദേഹത്തിന്റെ വിഷയങ്ങൾ, അദ്ദേഹത്തിന്റെ സങ്കടങ്ങൾ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന ആ പ്രശ്നങ്ങളെ ആരോടെങ്കിലും പറഞ്ഞ് അദ്ദേഹം സ്വതന്ത്രമാകും. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് സമയം വിട്ടുകൊടുത്തു. അല്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വിഷയങ്ങൾ മുഴുവൻ പറ. അദ്ദേഹത്തിന്റെ വിഷയങ്ങളെല്ലാം എന്നോട് 10-20 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ സഹോദരൻ പറഞ്ഞു, ഞാൻ ചില കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടോ? അല്ലേ? പോകാൻ ധൃതിയുണ്ടോ? തിരക്കിലാണോ നിങ്ങൾ? അല്ല. അദ്ദേഹം പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും? ഞാനത് യേശുവിനെ കുറിച്ച് പറഞ്ഞു. അല്ലേറിയ യേശുവിനെ കുറിച്ച് പറഞ്ഞു, നിത്യജീവനെ കുറിച്ച് പറഞ്ഞു, രക്ഷയെ കുറിച്ച് പറഞ്ഞു, പാപപരിഹാരത്തെ കുറിച്ച് പറഞ്ഞു, പാപമോചനത്തെ കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, വിശുദ്ധ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു. അതെല്ലാം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ രക്ഷിപ്പാൻ യേശുവിന് കഴിയുമോ? ഞാൻ പറഞ്ഞു, നിങ്ങളെ രക്ഷിപ്പാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ഉലകത്തിൽ നിങ്ങളെ രക്ഷിപ്പാൻ വേറെ ആർക്കും കഴിയത്തില്ല. നിന്റെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ കെട്ടുകളഴിപ്പാൻ ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞ് ഞാൻ ആ മനുഷ്യനോട് പ്രാർത്ഥിച്ചു. അല്ലേറിയ. പിന്നീട് അദ്ദേഹം പറഞ്ഞു, വളരെ സമാധാനമായി പാസേ, ഹൃദയത്തിൽ ഭയങ്കര സമാധാനമാണ്. രാത്രിയിൽ എനിക്ക് ഉറക്കമില്ലായിരുന്നു, എന്നാൽ ഞാൻ കഴിഞ്ഞ രാത്രി നന്നായിട്ട് കിടന്നുറങ്ങിയെന്ന് പറഞ്ഞു. രക്തം ചെയ്യും. അല്ലേറിയ. അതേ രാത്രിയുടെ സമയങ്ങളിൽ ഉറക്കമില്ലാതെ നീ എത്രയോ രാത്രികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആമി കിടക്കുന്ന കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന
നീ മടുത്തില്ലേ? കിടക്കുവാൻ ചരിഞ്ഞു പറഞ്ഞ് കിടന്ന് മടുത്തിട്ട് നീ എഴുന്നേറ്റിരുന്നിട്ടില്ലേ? ലേലിയ സങ്കടത്തോടെ നീ ചോദിച്ചില്ല, എന്നെന്റെ കഷ്ടം മാറും, എന്നെന്റെ സങ്കടം മാറും, എന്നെന്റെ ശാപം മാറും, എന്നെനിക്കൊരു മാറ്റം തരും നീ ചോദിച്ച നിമിഷങ്ങളില്ലേ ശ്രോതാവി, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി? അല്ലേരിയ അത് നിന്നെ ഉയർത്തുവാൻ യേശുവിന് കഴിയും. നീ എപ്പോൾ പ്രാർത്ഥനയോടെ ദൈവസ്ഥലേക്ക് വരുന്നോ ആ സമയത്ത് നിന്റെ അകൃത്യങ്ങളെ ക്ഷമിച്ച് ഇസ്രായേലിന്റെ ദൈവം മഞ്ഞു പോലെ ഇരുന്ന് അവൻ താമര പോലെ പൂത്ത് ലെബാനോൻ വനം പോലെ വേരുന്നതുപോലെ നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുക. വിശ്വാസികൾ കരമടിച്ച് ദൈവത്തിനെ സ്തുതിച്ച് സ്തോത്രം പറഞ്ഞാട്ട് നിന്റെ കുടുംബത്തിന്റെ കെട്ടല അഴിയിട്ട്. അല്ലേറിയ നീ ഉയർച്ച പ്രാപിക്കരുത്, നീ നന്മ പ്രാപിക്കരുത്, നീ അനുഗ്രഹം പ്രാപിക്കരുത്, നീ ഒരിക്കലും സന്തോഷിക്കരുത്, സമാധാനമായി ജീവിക്കരുത്, നിന്റെ കുടുംബത്തിനകത്ത് തീ പുകയരുത്, നീ നിന്റെ മക്കളും നീ നിന്റെ ഭർത്താവും സന്തോഷമായി കഴിയരുത്, നീ നിന്റെ മാതാവും നിന്റെ പിതാവുമായി സന്തോഷമായി ഇരിക്കരുത്, നീ അമ്മായിയും തമ്മിൽ എന്നും കലശം കൂട്ടണം, എന്നും നിന്റെ കുടുംബത്തിന് പ്രശ്നമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം സാത്താന്യ ശക്തികൾ നിനക്ക് ചുറ്റിലുമുണ്ട്. ഈശ്വരോ, അവർ നിന്റെ കുടുംബത്തിനകത്ത് പ്രശ്നമുണ്ടാകുന്നു നോക്കിയിരിക്കും. എന്നിട്ട് അവർ വിമർശിക്കാൻ തുടങ്ങും, അട്ടഹസിക്കാൻ തുടങ്ങും. അവർ നോട്ടീസ് അടിച്ചു വരുത്തുന്ന പോലെ 1000 ചെവികളിലേക്ക് എത്തിക്കും. ഈ സോഷ്യൽ മീഡിയ ഫോണൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ തന്നെ തങ്ങ് എല്ലാവരും കരങ്ങളെത്തും. അതിന്റെ നടുവിലാണ് ദൈവം നിന്നെ മാനിക്കുന്നത്. അല്ലേരിയ നിന്റെ പ്രതിസന്ധികളെ മാറ്റിയിട്ട് നിന്നെ മഞ്ഞുപോലെ അനുഗ്രഹിപ്പാൻ ദൈവത്തിന് കഴിയും. മഞ്ഞു പെയ്തിറങ്ങുന്നത് പോലെ നിന്റെ ജീവിതത്തിലേക്ക് ദൈവം അയക്കുവാൻ ആഗ്രഹിക്കുക. മടങ്ങി വരാൻ കഴിയുമോ? രക്തം ചെയ്യും. നീ ദൈവത്തിന്റെ സ്വന്തമാകട്ടോ, പിശാചിന്റെ സ്വന്തമല്ല ശ്രോതാവി. നിങ്ങൾ എന്നെ കേൾക്കുന്ന മാതാപിതാ, നിങ്ങൾ പിശാചിന്റെ സ്വന്തമല്ല, ഈ ലോകത്തിന്റെ സ്വന്തമല്ല, രാഷ്ട്രീയക്കാരുടെ സ്വന്തം, നിങ്ങൾ മതത്തിന്റെ സ്വന്തമല്ല, ഇവിടുത്തെ തീവ്രവാദികളെ ഭീകരവാദികൾ വർഗീയവാദികളെ സ്വന്തമല്ല. നിങ്ങൾ ദൈവത്തിന്റെ സ്വന്തമാണ്. അവന്റെ ഛായയിലാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അവന്റെ രൂപത്തിൽ സാദൃശ്യം നിങ്ങളെ സൃഷ്ടിച്ചത്. അവനാണ് നിങ്ങൾക്ക് ജീവൻ തന്നത്, നിങ്ങളുടെ മൂക്കിൽ ജീവശ്വാസം തന്നത് അവനാ. നിങ്ങൾ നടക്കുന്നതും ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ചരിക്കുന്നതും നിങ്ങൾ തിന്നുന്നതും കുടിക്കുന്നതും യാത്ര ചെയ്യുന്നതും നീ അധ്വാനിക്കുന്നതും എല്ലാം അതിനുള്ള എല്ലാ കൃപയും നിനക്ക് തരുന്ന ദൈവമാണ്. അല്ലേലിയ മറ്റാർക്കും അതിനകത്ത് പങ്കില്ല കേട്ടോ. രക്തം ചെയ്യും അത് നിന്നെ നടത്തുന്നവൻ. അല്ലേലിയ അതുകൊണ്ട് നമ്മൾ നടത്തുന്നവൻ അല്ലയോ, കരുതുന്നവൻ ഞാനല്ലയോ എന്നൊക്കെ പാട്ട് പറഞ്ഞു. നമ്മെ നടത്തുന്ന വഴികൾ ഓർത്താൽ അല്ലേ എങ്ങനെ നമ്മൾ അവനെ സ്തുതിക്കാതിരിക്കും. അതുകൊണ്ട് അനുദപിച്ച് മടങ്ങി വന്ന ഇസ്രായേൽ അവർ അതരാർപ്പണമായ അതരാർപ്പണമായ കാളകൾ എന്ന സ്തോത്രയാഗം അർപ്പിച്ചതുപോലെ നിന്റെ ആദരത്തിൽ നിന്ന് ദൈവത്തിന് സ്തോത്രയാഗങ്ങളെ അർപ്പിച്ചുകൊണ്ട് നീ ദൈവത്തിന് സ്തുതി കൊടുക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുമ്പോൾ, വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ നിന്റെ കുടുംബത്തിന് വ്യാപിച്ചു നിൽക്കുന്ന കൂട്ടാത്മ സേനകൾ നിന്റെ കുടുംബത്തെ വിട്ട് ഓടിപ്പോകും. ഇപ്പോൾ നിന്റെ കുടുംബത്തിന് ചുറ്റും ആരാണുള്ളതെന്ന് പറയും സാത്താന്യ ശക്തികൾ, വാഴ്ചകളും അധികാരങ്ങളും ഈ അന്ധകാര ലോകത്തിന്റെ അധിപതികളും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന, ഈ 4 ശക്തികൾ നിന്റെ കുടുംബത്തെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അത് പ്രവർത്തിക്കുന്ന മനുഷ്യരൂടാ. അങ്ങനെ വിവിധ സ്വഭാവത്തിലും ഗുണത്തിലുമുള്ള മനുഷ്യർ നിനക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുക. അല്ലേലിയ അവിടെയാണ് നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരേണ്ടത്. നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ വാഴ്ചകളും അധികാരങ്ങളും ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികൾ സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയും നിന്റെ വീടിനോട് അടുക്കാതെ വേണം ദൈവം തന്റെ ദൂതന്മാരെ അയക്കും. ദൈവം നിന്റെ ഭവനത്ത് തീമതിലായിരിക്കും, കോട്ടയായിരിക്കും. അവൻ വേലി കെട്ടി നിന്നെ സൂക്ഷിക്കും. രക്തം ചെയ്യും. വിശ്വാസി കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ഈ വചനം സംസാരിക്കുമ്പോൾ ചില കുടുംബങ്ങളോട് ദൈവാത്മാവ് പറയുക, ചില വ്യക്തികളോട് ദൈവാത്മാവ് പറയുക, വിദേശ രാജ്യങ്ങൾ കഷ്ടം സഹിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുക, നിന്റെ വേദനകളെ അകറ്റുവാൻ, നിന്റെ സങ്കടങ്ങളെ അകറ്റുവാൻ, നിനക്ക് ഉയർച്ച തരുവാൻ യേശു ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ വചനം കേട്ട് നീ ദൈവത്തോട് പറ, ഞാൻ വായിച്ച വചനമുണ്ടല്ലോ, ഹോശേയയുടെ പുസ്തകം 14-5 അതിലേക്ക് ദൈവ, ഞാൻ ഇസ്രായേലിന് മഞ്ഞു പോലെ ഇരിക്കും, താമര പോലെ പൂത്ത് ലെബാനോൻ വനം പോലെ ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്ന ദൈവമേ, എന്റെ കുടുംബത്തിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക് ആ അനുഗ്രഹത്തെ പെരുകണമേ എന്ന് നീ പറഞ്ഞ് പ്രാർത്ഥിക്കുക.
ഹല്ലേലൂയ. 40 വർഷം മഞ്ഞിൽ പൊതിഞ്ഞ് ഇസ്രായേലിനെ പോഷിപ്പിച്ച ദൈവമേ, 40 വർഷം കാടപ്പക്ഷി കൊടുത്ത ദൈവമേ, അവർക്ക് വലിയ കുടിപ്പാൻ പാറയിപ്പിളർന്ന് വെള്ളം കൊടുത്ത ദൈവമേ, ചെങ്കടലോർക്ക് സമാനമായി നിന്നെങ്കിലും അതെ വിവാദിച്ച് പെരുവഴിയോടെ നടത്തിയ ദൈവമേ, എരിഹും അതിന്റെ യോർദാനെയൊക്കെ നീക്കി വാഗ്ദത്ത ദേശത്തിലേക്ക് അയച്ചൊരു ദൈവമുണ്ട്. പിതാക്കന്മാരെ, ആ ദൈവം ഇന്ന് പകരം നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന രക്തം ചെയ്യും. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് അതെ നിന്നെയും നിന്റെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യും. ഞാൻ ഈ ദൈവത്തിനും പറയുമ്പോൾ തന്നെ നിങ്ങൾ വചനം ഏറ്റെടുക്കുകയാണെങ്കിൽ നിന്റെ കുടുംബത്തിലെ കെട്ടുകൾ അഴിയും. ഹല്ലേലൂയ. എനിക്കറിയാം, ഒരുപാട് അല്ലെങ്കിൽ ബന്ധനങ്ങൾ അഴിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് ബന്ധനങ്ങൾ അഴിഞ്ഞ് അനുഭവത്തിൽ വിടുതലുകൾ, അനുഭവത്തി ആളുകൾ സൗഖ്യം പ്രാപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. വിടുതലില്ലെന്ന് പറഞ്ഞ ചില വിഷയങ്ങൾക്കകത്തൊക്കെ വിടുതൽ നടക്കും. ഒരിക്കൽ ഞാനൊരു സാക്ഷി എന്നോട് പറയാം. എൻ്റെ സഭയിലൊരു സഹോദരി, ആ സഹോദരിക്ക് ഒരു ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആ സഹോദരി എല്ലാ ദിവസവും 4 മണിയാകുമ്പോൾ രക്തം ഛർദ്ദിക്കും. അപ്പോൾ ഒരു ദിവസം രക്തം ഛർദ്ദിച്ചു, പിള്ളേർ കണ്ടു. പിള്ളേർ പറഞ്ഞ് ചുമച്ച് തൊണ്ട പൊട്ടിയതായിരിക്കും. 2ാം ദിവസം രക്തം ഛർദ്ദിക്കും. മരുമോള് കണ്ടോ പറഞ്ഞു അമ്മയ്ക്ക് എന്തോ അസുഖം ഉണ്ടെന്ന്. അല്ലേലേ. അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ട് പാസ്റ്റർ. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാം. ലേരിയ. അപ്പൊ ഞാൻ 3ാമത്തെ ദിവസം അവിടെ ചെന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ 3ാമത്തെ ദിവസം അവിടെ ചെയ്ത് അങ്ങനെ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ അവിടെ ചെന്നിട്ടുണ്ട്. അപ്പൊ ഞാനൊരു എപ്പോഴാണ് രക്തഛർദ്ദി, ഒരു 4:30 ആകുമ്പം രക്തഛർദ്ദിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിവിടെ ഇരിക്കുമ്പോൾ തന്നെ രക്തഛർദ്ദിക്കത്തില്ല. ഞാൻ ദൈവത്തിന്റെ അഭിഷേകത്തിനാണ്. ദൈവം എന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചതാണ്. നിങ്ങൾ രക്തം ഛർദ്ദിക്കുന്നത് കാണുവാനല്ല ദൈവനെ അയച്ചത്, നിങ്ങൾ സൗഖ്യത്തോടു കൂടി ഇരിക്കുന്നത് കാണാൻ അയച്ചത് പറഞ്ഞു. അപ്പൊ ഞാനവിടെ ഇരുന്നു. അപ്പൊ അവർ സുവിശേഷം പറയാൻ തുടങ്ങി, ദൈവവചനം പറയാൻ തുടങ്ങി, അവർ കേൾക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ കട്ടൻ ചായ ഇട്ട് കുടിച്ചു. അതിനുശേഷമായി 4 മണി കഴിഞ്ഞു. 4:30 4:30 ഈ സഹോദരി ഛർദ്ദിക്കാൻ വരുന്നില്ല. 5 മണിയായി, 5:30 എപ്പം ചെന്നതാ ഞാൻ ഇനി നിങ്ങൾ രക്തഛർദ്ദിക്കത്തില്ല പറഞ്ഞു. അന്ന് രക്തഛർദ്ദിൽ നിന്നു. അപ്പൊ ഇസ്രായേലിന്റെ ദൈവം ഹല്ലേലൂയ അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവരെ ഭാരപ്പെടുത്തിയിരുന്ന, അവരെ ഭയപ്പെടുത്തിയിരുന്ന, രക്തം ഛർദ്ദിച്ചുകൊണ്ടിരുന്ന അവസ്ഥയ്ക്ക് മാറ്റം നൽകി. ദൈവത്തിന്റെ കൃപ മഞ്ഞുപോലെ അവരുടെ മേൽ പെയ്തിറങ്ങി കഴിഞ്ഞപ്പോൾ അവർ താമര പൂത്തു നിൽക്കുന്നത് പോലെ ദൈവത്തിന് നിൽപ്പാൻ തുടങ്ങി. ലബാനോൻ വരം പോലെ ദൈവത്തിന് വേരുന്നി ദൈവത്തെ മഹത്വപ്പെടുത്തി. ആ സൗകര്യം പറഞ്ഞ് ദൈവം എനിക്ക് സൗഖ്യം തന്നതാണ്. എൻ്റെ ഏരിയ നമ്മുടെ കരുത്തോ നമ്മുടെ ബലവോ നമ്മുടെ ശക്തിയോ നമ്മുടെ മഹിമയോ ഒന്നും അല്ല കേട്ടോ. നമ്മളെയൊക്കെ ദൈവം അല്ലെങ്കിൽ ഒരു മധ്യസ്ഥനായി ഉപയോഗിക്കുന്നുള്ളൂ. നമ്മളൊക്കെ അവിടുത്തെ ദാസനാ, ദൈവത്തിന്റെ ദാസനാ. ചില കാര്യങ്ങളിൽ ദൈവം നമ്മെ ഇടയ്ക്ക് നിർത്തി പ്രവർത്തിപ്പിക്കും. അതുകൊണ്ട് ഞാൻ അവരോട് ഇതെല്ലാം ചെയ്ത ദൈവമാണ്. നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താതെ അതെ നീ ഒരു മാരകമായ രോഗിയാണോ, കിടക്കയിലാണോ, മരണം നിന്റെ കൺമുമ്പിലാണോ, മരിച്ചു പോകുന്ന ഡോക്ടർമാർ വിധി എഴുതിയോ, ഇനി നിന്നെ കൊണ്ട് പ്രയോജനമില്ല, നിനക്ക് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, നീ എന്ന് രോഗത്തിലായിരിക്കുമെന്ന് ആരെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ അത് നിന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരിക. ദൈവത്തിലേക്ക് മടങ്ങി വന്ന് നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ എന്റെ വായി സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവം അതികാലത്ത് തന്നെ സഹായിക്കും. ദൈവം അതികാലത്ത് തന്നെ സഹായിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ അത് തന്നെയാണ് കാണുന്നത്. അത് ആദ്യകാലത്ത് തന്നെ ദൈവം നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുക. അല്ലേ? അപ്പം പ്രഭാതത്തിൽ കിട്ടുന്ന ഒരു അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ ഹല്ലേലൂയ വലിയ സന്തോഷമാണ് കേട്ടോ. ഹല്ലേലൂയ. ഒരു പാസ്റ്റർ നിങ്ങളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പോലെ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ അനുഗ്രഹം മഞ്ഞുപോലെ നിങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന, നിങ്ങളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ നേത്രങ്ങൾ കൊണ്ട് കാണത്തില്ല അദൃശ്യമായ ദൈവത്തിന്റെ കരം നിങ്ങളുടെ ആത്മീയ കണ്ണുകൾ കൊണ്ട് കാണണം. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെ മുക്കിക്കളയാൻ ഒരു പിശാചിനും കഴിയത്തില്ല. നിന്റെ കുടുംബത്തെ തകർക്കാൻ ഒരു പിശാചിനും കഴിയത്തില്ലെന്ന്. ഇവിടുത്തെ എത്ര വലിയ മന്ത്രങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പേരിൽ തൊടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന നിന്റെ മേൽ ഒരു തന്ത്രങ്ങളും ഫലിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. അത് യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. അതുകൊണ്ട് ആഭിചാരം യാക്കോബിന് ഭരിക്കുകയില്ല, ലക്ഷണവിധി ഇസ്രായേൽ ഭരിക്കുകയുമില്ലെന്ന് നമ്മൾ സംഖ്യാപുസ്തകം 23 നമ്മൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ജനത്തെ, പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മക്കളെ തകർക്കാൻ കഴിയാത്ത വിധം ആഭിചാര ശക്തികൾ, ആഭിചാര മന്ത്രങ്ങളൊക്കെ എന്തുമാത്രം ശക്തിയുള്ളതാണെന്ന് പറഞ്ഞാലും ദൈവമക്കളെ ജയിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രാർത്ഥന കൊണ്ടാണ്. ഹല്ലേലൂയ.
അതുകൊണ്ടാണ് ആഭിചാരം യാക്കോബിനെ ഭരിക്കില്ല, ലക്ഷണം ഇസ്രായേൽ ഭരിക്കുകയില്ല. ഇന്നും ഈ ആഭിചാരം കൊണ്ട് മന്ത്രവാദങ്ങൾ ഓരോരുത്തർ ക്ഷുദ്രമുണ്ട്, എനിക്ക് അവർ ചെയ്ത് ഇവർ ചെയ്യുന്നൊക്കെ നിന്നോട് പാലിനും പറഞ്ഞ് നിന്നെ തെറ്റിക്കുക, നിന്നെ പലരും പറഞ്ഞ് പറ്റിക്കുക. അല്ലേരിയ. അങ്ങനെ നിന്നെ പലതും പറഞ്ഞ് തെറ്റിക്കുകയും പറ്റിക്കുകയും ചെയ്യുമ്പോൾ ഓർത്തോണം, നീ പറ്റിപ്പിനകത്ത് വഞ്ചിക്കപ്പെട്ട് കിടക്കുക. നീ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നീ വീണ്ടെടുക്കപ്പെട്ട യുവകളാണെങ്കിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ നീ കഴുകപ്പെട്ടവനാണ്. നീ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നവനുമാണെങ്കിൽ ആചാരം നിനക്ക് ഭരിക്കുകയില്ല, ലക്ഷണത്തിന് നിന്നെ ഏൽക്കുകയില്ല. നീ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ഇതൊക്കെ നിന്റെ ജീവിതത്തിൽ വരുന്നത്, നീ തളരുന്നത്. പക്ഷെ ദൈവത്തിന് ജനം തളരാൻ ദൈവം അനുവദിക്കുന്നില്ല. അപ്പൊ ആ ജാബിയാനും യാക്കോബിന് അവൻ ഭരിക്കുകയില്ല, പറ്റുകയില്ല. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണത്തിൽ ഭരിക്കുകയില്ല. ഇത് ദൈവവചനം. പിന്നെ നീ ഉണ്ടെന്ന് പറയുമ്പോഴോ, നീ ഉണ്ട് എനിക്കതുകൊണ്ട് ഇതെന്ന് പറയുമ്പോൾ നീ അതിന് അടിമയായിപ്പോയി. ആർക്കും നീ അടിമയായിപ്പോയി. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ പ്രവാചക ശുശ്രൂഷകളൊക്കെ നീ സൂക്ഷിക്കണം. അവൻ നിന്റെ കുടുംബത്തെ കെട്ടിയിരിക്കുന്നു, ബന്ധിച്ചിരിക്കുന്നു, ചുറ്റി കിടക്കുന്നു, ഭൂമിയുടെ ആഴങ്ങളിൽ കിടക്കുന്നു. അതിനെ മാന്തിയെടുക്കാൻ നിന്റെ കട്ടളയുടെ മുമ്പിലുണ്ട്, നിന്റെ വാതിൽ നടയുടെ മുമ്പിലുണ്ട്, നിന്റെ അടുക്കളയുടെ കോണിലുണ്ട്, വീടിന്റെ മൂലയിലുണ്ട്, നിന്റെ ചുമരിന്മേലുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിന്നെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഓർത്തോണം. അങ്ങനെ പറയുമ്പോൾ ഒന്ന് എടുത്തുതരാൻ പറയണം. അങ്ങനെ പറയുമ്പോൾ ഇത് എടുത്തുതരാം. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ മാവിചാര മന്ത്രവാദത്തിലൂടെയൊക്കെ സഹോദരിമാരെ വഞ്ചിച്ച് അവർക്ക് വലിയ നഷ്ടം വരുത്തിയിട്ടുണ്ട്. അല്ലേരിയ. എന്നാൽ ഏക്കർ കണക്കിന് സ്ഥലം തട്ടിയെടുത്ത പ്രവാചകന്മാരുണ്ട്, ഏക്കർ കണക്കിന്. ഞാൻ വരും ദിവസങ്ങളൊക്കെ വെളിപ്പെടുത്താം. അല്ലേരിയ. സ്തോത്രം. നീ വഞ്ചിക്കപ്പെടരുത്. നീ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഏത് ആഭിചാരത്തിനാണ് നിന്നെ തകർക്കാൻ കഴിയുന്നത്? ഏത് മന്ത്രവാദത്തിന് തകർക്കാൻ കഴിയും? ഏത് ലക്ഷണത്തേക്ക് തകർക്കാൻ കഴിയും? നിന്റെ മേലൊരു അഭിഷേകമുണ്ട് കേട്ടോ, നിന്റെ മേലൊരു അഗ്നിയുണ്ട്, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിന്നിലുണ്ടെങ്കിൽ നിനക്ക് നേരെ കടന്നു വരുന്നതെല്ലാം കരിഞ്ഞു പോകും, രക്തം ചെയ്യും. പ്രവേശനോ നിനക്കത് മാത്രം വിവിധാവേ. നീ ഭാരപ്പെട്ടു പോകരുത്, നീ തളരരുത്, നിരാശപ്പെട്ടു പോകരുത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്. അല്ലേലൂയ. സ്തോത്രം. ദൈവവചനം പറയുന്നത് നാസ്തികൻ ദൈവമില്ലെന്ന് പറയുമെന്ന്. അല്ലേലൂയ. സ്തോത്രം. പക്ഷെ നീ ആ കൂട്ടത്തിലാകരുത്. ദൈവമുണ്ടെന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കണം. അല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥനയിലാണ് വിടുതൽ. പ്രൈസോ. പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം, പ്രാർത്ഥിക്കുന്നതിന്റെ ജീവിതത്തിൽ അനുഗ്രഹം. പ്രൈസോ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ശുശ്രൂഷയുടെ നല്ലൊരു സമയം പ്രാർത്ഥനയായിരുന്നു. യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ നല്ലൊരു സമയം പ്രാർത്ഥനയായിരുന്നു. പകൽ മുഴുവൻ ശുശ്രൂഷ, രാത്രി മുഴുവൻ മലയിൽ പോയത് പ്രാർത്ഥിക്കുമായിരുന്നു. എന്താ ചെയ്യും? അല്ലേലൂയ. ഇന്നത്തെ ജനത്തിന് പ്രാർത്ഥിക്കാൻ സമയമില്ല. ഉറക്കം, മൊബൈലും മറ്റ് കച്ചറ കേസുകളാണ്. കച്ചറകളെല്ലാം കൂടെ മനുഷ്യ ജീവിതത്തിലേക്ക് വന്നുകൂടി ആ കച്ചറകൾക്കകത്ത് മനുഷ്യന്റെ ഹൃദയം എന്ത് ചെയ്തു? അകപ്പെട്ടു പോയി. ആ കച്ചറ സ്വഭാവത്തെ, കച്ചറ ജീവിത സാഹചര്യങ്ങളെ പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചപ്പും ചവറും നെല്ലിതുപോലെ നീ സകലത്തിൽ ചപ്പും ചവറും തന്നെ ക്രിസ്തുവിന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുക്കണം. പ്രൈസലോ. അല്ലേലൂയ. നീ നിന്റെ നല്ലൊരു ശുദ്ധമായ ഹൃദയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദാവീദ് ഒരിക്കൽ പാപം ചെയ്തു പാപത്തിൽ വശങ്കരമായി മാറി. സമാധാനം നഷ്ടപ്പെട്ടു, സന്തോഷം നഷ്ടപ്പെട്ടു. അല്ലേലൂയ. ഊരിയാവിന്റെ ഭാര്യയായിരിക്കുന്ന ബേർശേബയിൽ അവന്റെ കണ്ണുവെച്ചു, അവന്റെ ആ ദൃഷ്ടി പതിഞ്ഞു. അങ്ങനെ ഊരിയാവിനെ യുദ്ധത്തിന്റെ മുമ്പിൽ നിർത്തി. അല്ലേലൂയ. പടമുറിയ ഊരിയാവ് മരിച്ചു. ഊരിയാവിന്റെ ഭാര്യ ബേർശേബ ദാവീദിന്റെ ഭാര്യയായി മാറി. ഹല്ലേലൂയ. അത് ദാവീദിന് സങ്കടമായി, ദുഃഖമായി. ദൈവത്തിന്റെ കരം ദാവീദിന്റെ മേൽ വന്നു. അങ്ങനെ സങ്കടപ്പെട്ട് നിരാശനൊടുവിൽ ദൈവകോപം വന്നു കഴിഞ്ഞു. ദാവീദ് നിലവിളിച്ചു. ആ നിലവിളിയാണ് 51 സംഗീതം 10 വാക്യം തൊട്ട് എഴുതിയിരിക്കുന്നത്. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയവിനെ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിൽ പുതുക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിൽ നിൽക്കുന്ന സന്നിധി തള്ളിക്കളയരുതേ. എന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരിച്ചു തരണം. മനസ്സോർക്കുള്ള ആത്മാവിനെല്ലാം താങ്ങണമെന്ന് നിലവിളിച്ചൊരു പ്രാർത്ഥന. ഹല്ലേലൂയ. അത് നിനക്ക് നിലവിളിക്കാൻ കഴിയുമോ? ദൈവസനെ നിലവിളിക്കാൻ, നിർമ്മലമായ ഹൃദയത്തിന് വേണ്ടി നിലവിളിക്കാൻ കഴിയുമോ ശ്രോതാവേ? ഹല്ലേലൂയ. നിർമ്മലമായൊരു ഹൃദയമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രവേശനോ. നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നീ അതിനു വേണ്ടി നിന്നെ സമർപ്പിച്ചു കൊടുക്കണം. രക്തം ചെയ്യണം. അത് എപ്പോൾ നീ ദൈവത്തിൽ പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കുന്നു, ആ സമയം ഇസ്രായേലിനെ അനുഗ്രഹിച്ച ദൈവമുണ്ട്. ആ ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ തുടങ്ങും. ഹല്ലേലൂയ.
ജോലിയില്ലാതെ നീ ഭാരപ്പെട്ടിരിക്കുകയാണോ? ആമേ ചെയ്ത ജോലിയുടെ ശമ്പളം കിട്ടാൻ ഭാരപ്പെട്ടിരിക്കുന്നു. ബിസിനസ് തകർന്ന അനുഭവമാണോ? കടക്കടിയാലാണോ? ഒരു ഭവനമില്ലാത്ത അനുഭവമാണോ? അല്ലെങ്കിൽ ഒരു തുണ്ട് ഭൂമി നിനക്കില്ലാത്ത അനുഭവമാണോ? ഒരു തലമുറയ്ക്ക് വേണ്ടി കരയുന്ന വ്യക്തിയാണോ? ആമേ കുടുംബത്തെ ഓർന്ന് ഭാരപ്പെടുന്ന വ്യക്തിയാണോ? നിനക്കൊരു ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? അല്ലേലിയ മനുഷ്യന് മുമ്പ് ഇത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. മനുഷ്യനോട് നിന്റെ സങ്കടങ്ങൾ പറഞ്ഞാൽ മനുഷ്യനത് പലരോടും പറഞ്ഞ് പരത്തും. പക്ഷെ നിന്റെ ദൈവത്തോടെ നീ ആ വിഷയം പറഞ്ഞാൽ, യേശുവിനോട് നീ ആ വിഷയം പറഞ്ഞാൽ അവൻ ആരോടും പറഞ്ഞ് പരത്തത്തില്ല, നോട്ടീസ് അടിക്കത്തില്ല. യേശു നിന്റെ വിഷയങ്ങൾക്ക് യേശു മറുപടി തരും. അല്ലേലിയ. അല്ലേ പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്. അല്ലേലിയ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്. സ്വാഭാവിക നീ പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്. ആരോട് പ്രാർത്ഥിക്കണം? യേശുവിനോട് പ്രാർത്ഥിക്കണം. അല്ലേലിയ. യേശുവിനോട് പ്രാർത്ഥിച്ചാൽ നിന്റെ വിഷയത്തിൽ ഉത്തരമുണ്ട്. നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്നവൻ പ്രൈസോ ജീവിതത്തിലേക്ക് മടങ്ങി വരാം. ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുമോ? അതുകൊണ്ട് എന്താണ് നമ്മൾ വായിച്ച ദൈവത്തിന്റെ വചനം? അല്ലേലിയ. നിന്നെ ദൈവം അനുഗ്രഹിക്കുന്നു. അപ്പൊ ഇസ്രായേലിന്റെ 3 വിധ പാപങ്ങൾ അവർ ഉപേക്ഷിച്ചിട്ട് അവർ മടങ്ങി വന്ന് ദൈവസേനയില് അവർ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, നീ ലെബാനോൻ വനം പോലെ വേരുവെന്ന് വന്നു. പ്രൈസലോ. ലെബാനോൻ വനം പോലെ വേരുവെന്ന് ഞാൻ മുമ്പ് ആവർത്തിച്ച് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ലെബാനോനിലെ ദേവദാരുക്കൾ 1000 വർഷം നിൽക്കുമെന്നാണ് വായിക്കുന്നത്, പഠിക്കുന്നതിനെ കുറിച്ച്. അങ്ങനെയാണെങ്കിൽ ലെബാനോൻ വനം പോലെ വേരൂന്നി നിൽക്കുന്ന ഇസ്രായേലിനെ തകർക്കുവാൻ ഉലകത്തിലൊരു ശക്തിയും കഴിയത്തില്ല. അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായിരിക്കുന്ന ഒരു ബോംബുകൾക്കും മനുഷ്യനിർമ്മിതമായിരിക്കുന്ന ഒരു അണുവായുധങ്ങൾക്കും മാനുഷികമായിരിക്കുന്ന ശക്തികൾക്ക് സൈന്യത്തിന് ഇസ്രായേൽ എന്ന് പറയുന്ന ചെറിയ രാഷ്ട്രത്തെ തകർക്കുവാൻ കഴിയുകയില്ല കേട്ടോ. അതുപോലെ തന്നെ പുതിയ നിയമ ഇസ്രായേലിരിക്കുന്ന ദൈവസഭയെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളെ, അവരാണ് പുതിയ നിയമസഭ, അവരാണ് പുതിയ നിയമ ഇസ്രായേൽ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന ദൈവസഭയെ തകർക്കുവാൻ കാലങ്ങളായിട്ട് തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും ഒന്നടങ്കം എഴുതിയിട്ടുണ്ട്. അനവധി ആളുകൾ കൊന്നൊടുക്കിയിട്ടുണ്ട്, അനവധി ആളുകൾ ജയിലിലടച്ചിട്ടുണ്ട്. അവർ കൊന്നൊടുക്കുന്നതോട് വളർന്നുകൊണ്ടിരിക്കുക, കൊന്നൊടുക്കുന്നതോറും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുക. അല്ലേലിയ. കാരാഗ്രഹത്തിൽ ഓരോരുത്തർ അടയ്ക്കും തോറും അനവധി ബന്ധനത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുക. അതെ, പുതിയ നിയമ ഇസ്രായേലായിരിക്കുന്ന ദൈവസഭയെ തകർക്കുവാൻ ഉലകത്തിൽ ആർക്കും കഴിയില്ല. അതെ, നീ ദൈവത്തെ നീ ദൈവത്തിന്റെ സഭയിൽ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണോ? നിന്റെ ജീവിതം സമൃദ്ധിയാകട്ടോ. രക്തം ചെയ്യും. അവിടെ നിരാശപ്പെട്ടു പോകരുത്. നീ നിരാശപ്പെട്ടു പോകുന്നത് കർത്താവിന് ഇഷ്ടമില്ല. അല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവിക സാന്നിധ്യം നിന്റെ മേൽ വരണം. ദൈവസാന്നിധ്യം നിന്റെ മേൽ വരണം. അതിരാവിലെ ദൈവസന്നിധിയിൽ അല്ലേലൂയ നീ ഇരിക്കണം കേട്ടോ. അല്ലേലൂയ. അതിരാവിലെ ദൈവസന്നിധിയിൽ ഇരുന്ന കർത്താവിന്റെ ആലോചന ചോദിക്കണം. പ്രൈസോ. നീ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്റെ ഭവനത്തിന്റെ മാറ്റിയതിന്റെ മക്കളെ അപ്പനെയും അമ്മയൊക്കെ സമർപ്പിച്ചിട്ടും അത് ദൈവത്തോട് ആലോചന ചോദിക്കണം. ദൈവത്തോട് ആലോചിച്ചിട്ട് നീ നിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. രാവിലെ നിന്റെ മക്കളെ നീ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അല്ലേലൂയ. നിന്റെ ജോലിയെ, നിന്റെ നന്മയെ, നിന്റെ ബിസിനസ്, നിന്റെ കൃഷിയെ, നിന്റെ ആടുമാട് കന്നുകാലികളെ എല്ലാം നീ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അല്ലേലൂയ. സോറണം. അതെ, നീ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് അനുഗ്രഹമായി മാറും. നീ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് അനുഗ്രഹമായി മാറണമെങ്കിൽ നീ പാപത്തിന് ശുദ്ധീകരണം നിർത്തണം. പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മടങ്ങി വന്ന് യേശുവിന്റെ തിരുരക്തം കൊണ്ട് കഴുകൽ പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന നീ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നല്ല അനുഗ്രഹമായി മാറും. രക്തം ചെയ്യും. ഈശ്വരോ. ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന നമ്മുടെ മാതാവേ, എന്റെ കുടുംബത്തിനകത്ത് കെട്ടിനെ ദൈവം അഴിക്കാൻ പോവുകയാണ്. ഈശ്വരോ, നീ ബന്ധനത്തെ ദൈവം മാറ്റാൻ പോവുകയാണ്. നിനക്കൊരു വിശാലത തരാൻ ദൈവം ആഗ്രഹിക്കുക. അത് കണ്ണുകളടച്ചാട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വര്യ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഈ വാചനം കേട്ടുകൊടുക്കുന്ന എല്ലാ ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പാപത്തിന്റെ, ശാപത്തിന്റെ, രോഗത്തിന്റെ, ബന്ധനത്തിന്റെ, വ്യാധിയുടെ നിലവിൽ ദാരിദ്ര്യം, കഷ്ടതകൾ, കടക്കണികൾ, സാമ്പത്തിക ഞെരുങ്ങൾ, ഭവനമില്ലാതെ അവയ്ക്ക് ജപ്തി നേടുന്നവർ, തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർ, വിധമായി വ്യാധികൾ ഭാരപ്പെടുന്ന അനവധി ആളുകൾ കർത്താവ് ഇന്ന് പകൽ മടങ്ങി വന്ന് മാനസാന്തരം യേശു വിശ്വസിപ്പാൻ ശേഷത്തിൽ ഭാര്യ, കൗമാരി, യൗവനത്തിൽ വാർത്തയുടെ അനുഭവത്തിൽ യാചകർ, ഓർഫനേജ്, ഓട്ടൻ ജോലി തടവറയിലായിരിക്കും സകല ജനത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ദൈവം ജനം മടങ്ങി വരട്ടെ. ജനം അനുഭവിച്ച് മടങ്ങി വന്നപ്പോൾ അവരെ അനുഗ്രഹിച്ചൊരു ദൈവമുണ്ടല്ലോ.
ഹല്ലേലൂയ. അശ്ശൂരിനെ ആശ്രയിച്ച് മിസ്രയീമിൽ കുതിരപ്പുറത്ത് കയറുമ്പോൾ കൈവേലയായി വിഗ്രഹങ്ങളെ ഉപേക്ഷിച്ച് മടങ്ങി വന്ന ഇസ്രായേലിനോട് ദൈവം പറഞ്ഞല്ലോ, ഞാൻ ഇസ്രായേലിന് മഞ്ഞു പോലെ ഇരിക്കും, അവൻ താമര പോലെ പൂത്ത് ലെബാനോൻ വനം പോലെ വേരൂന്നു എന്ന് പറഞ്ഞ ദൈവമേ, ഈ ജനത്തെ ദൈവം അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. അവന്റെ കൊമ്പുകൾ പാടിലും ഹല്ലേലൂയ. അവന്റെ ഭംഗി ലെബാനോൻ ഒരു വർഷങ്ങൾ ഭംഗി പോലെയും അവന്റെ വാസന ലെബാനോനിന്റെ പോലെയും ഇരിക്കുവാന്ന് ദൈവത്തിന് വചനം പറഞ്ഞ പോലെ ഈ ജനത്തെ അനുഗ്രഹിക്കണമേ. കുടുംബത്തിന്റെ ശാപങ്ങൾ മാറിപ്പോട്ടെ, ബന്ധങ്ങൾ മാറിപ്പോട്ടെ, ആവിചാരം, മന്ത്രവാദ, കൂട, ശൂദ്ര ശക്തികൾ എല്ലാം നിർവീര്യമായി മാറട്ടെ. കർത്താവേ, ജനത്തെ അനുഗ്രഹിക്കണമേ. വിദേശ രാജ്യ കർഷകർക്ക് നൊമ്പരപ്പെടുന്നവർ ഭാരങ്ങളും ജോലി കൊടുക്കണമേ. അവർക്ക് ജീവിതത്തിൽ ഉയർച്ച കൊടുക്കണം. ഞങ്ങളുടെ നാൾ കേരളത്തിൽ ഭാരത ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവമക്കൾക്കായി, ജാതികൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ്, മദ്യബന്ധം മയക്കും ലഹരി അടിപ്പെട്ട് കിടക്കുന്നവരെ എല്ലാ ജനത്തെയും നാനാവിധ ജാതി മതസ്ഥരെ ഓർക്കുന്നു. ജാതി മത വർഗமான വ്യത്യാസമില്ലാതെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ സകല ജനത്തെ ഏൽപ്പിക്കുകയാണ്. സകല മഹത്വം കൊടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.